ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് സൂപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഞണ്ട് എടുത്തിട്ടുണ്ട്. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചെറിയ തക്കാളി, സ്വീറ്റ് കോൺ, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്പ്രിംഗ് ഒനിയൻ, കുറച്ച് അജിനോമോട്ടോ, കുറച്ച് മതി കേട്ടോ, ഓപ്ഷനിലാണ്. ഞണ്ട് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ഒടിച്ചിടാം. നമുക്ക് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒന്ന് ഒടിച്ചിടാം. ഇത് വേണ്ടാത്ത സാധനമാണ്. ഈ ബാക്ക് സൈഡ് ഇതിങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവനിങ്ങനെ പൊട്ടി വരും. പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഞണ്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ, ഒരു പച്ചമുളക്, ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് എടുക്കാം. ഇഞ്ചി നമ്മൾ ഒന്ന് ചതച്ചാണ് ഇടാൻ പോകുന്നത്, അതുകൊണ്ട് ഇത്ര വലുതായിട്ട് കട്ട് ചെയ്തേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ സ്വീറ്റ് കോൺ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു 10 വെളുത്തുള്ളി, നമ്മുടെ ഞണ്ട് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്രഷ് ചെയ്തിടാം. നമ്മുടെ ഞണ്ട് നന്നായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് കൊടുക്കാം. ആവശ്യത്തിന് ആഡ് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളെ ഞണ്ട് നമുക്ക് ആഡ് കൊടുക്കാം. ഇത് ഒരു പിഞ്ച് അജിനോമോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഞണ്ട് അങ്ങനെ ഏകദേശം 10-15 മിനിറ്റ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുട്ട അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഞണ്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഒരു ഫ്ലേവറുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ നല്ല ഫ്ലേവറുണ്ട്. സൂപ്പ് ഇഷ്ടമുള്ളവർ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.